1952 തൊട്ട് 2024 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിൽ, ഒരു സിംഗിൾ ഫ്ലാറ്റിൽ 80 പേർ താമസിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായി കാണേണ്ട ഒരു കാര്യമാണ്. ബംഗാളിൽ CPM ഉണ്ടോ? ത്രിപുരയിൽ CPM ഉണ്ടോ? കേരളത്തിൽ CPM എത്ര കാലം ഉണ്ടാകും? ഒരു ചലനവും രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടാകില്ല എന്ന് താങ്കൾ തീർത്ത് പറയുകയാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകുന്നത് വരെ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് ആന്റി ഇന്ത്യൻ കോൺഗ്രസ് ആണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കുറച്ചുനാൾ മുന്നേ പറഞ്ഞു, ചൗക്കിദാർ ചോർ ഹെ. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ KC വേണുഗോപാൽ പോലും അത് ഏറ്റുപറയാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം പറയുന്നു, ഈ നാട്ടിലെ വോട്ടുകൾ മുഴുവൻ ചോർത്തപ്പെടുന്നു. ഇന്ന് രാജ്യം സജീവമായി ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? ചോദ്യം താങ്കളുടെ പ്രസക്തമാണ്. 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഇന്ത്യയിലെ വോട്ട് മോഷ്ടിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന്. ഇതൊരു നിസ്സാരമായ ആരോപണമല്ലല്ലോ. അപ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ അതിൻ്റേതായ ഗൗരവത്തിലെടുത്ത് വേണം മറുപടി പറയാൻ. വളരെ ഗൗരവമുള്ളൊരു ആരോപണമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആരോപണം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ സാമാന്യ വിദ്യാഭ്യാസമുള്ള രാജ്യസ്നേഹിയായ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് കഴിയുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിൻ്റെ മറുപടി പറയേണ്ടത് BJPക്കാർ അവരുടെ മറുപടി പറയട്ടെ. പക്ഷെ ഞാനൊരു സാധാരണ പൗരൻ എന്നുള്ള നിലയിലാണ് പറയുന്നത്. നമ്പർ 1, രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനത്തിൽ ഇത് പറയുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മഹാദേവപുര എന്ന് പറഞ്ഞ ബാംഗ്ലൂരു സെൻട്രൽ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 6ലും കോൺഗ്രസ് ജയിച്ചു. മഹാദേവപുരത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയ 1,00,000-ലധികം ഭൂരിപക്ഷം കൊണ്ട് ഇതിനെയെല്ലാം കവർ ചെയ്തു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം. ഇനി അത് ആദ്യം എടുക്കാം. അദ്ദേഹം പറഞ്ഞത് 7 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി തെറ്റ്, 8 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്. അതിൽ 4-ൽ BJPയും 4-ൽ കോൺഗ്രസുമാണ് ഭരിക്കുന്നത്. ഇനി 2014 മുതൽ മഹാദേവപുരത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് PS മോഹൻകുമാർ എന്ന് പറയുന്ന ഒരു BJP MP ആണ്. 2024 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ് ഉണ്ടായത്. അതാണ് അടുത്ത എൻ്റെ സംശയമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി 3, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലയായിരുന്നുവെന്നും ആ ചുമതല നിർവഹിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നും കർണാടകത്തിലെ ഒരു മന്ത്രി പറഞ്ഞു. നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പോലും ഇല്ല, അതിനെ പുറത്താക്കി. ഈ സാഹചര്യത്തിൽ ഞാനിതിനെ ഗൗരവമായി വേറൊരു തലത്തിൽ കാണുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ മഹാദേവ, അതായത് പഹൽഗാമിലെ ഭീകരന്മാരെ പിറകെ പോയി കണ്ടുപിടിച്ച് ഇസ്രായേലി കമാൻഡോ ഓപ്പറേഷൻ മോഡലിൽ അവരെ കൊന്നു. കൊന്നപ്പോൾ എന്താണ് ചോദിച്ചത്? ഇവർ പാകിസ്ഥാൻ പൗരന്മാരാണ് എന്ന് തെളിവുണ്ട്. സൈന്യം തെളിവല്ല, ആവശ്യമുള്ള വിവരമുള്ളവന് വിശ്വസിക്കാൻ കഴിയുന്ന തെളിവ് കൊടുത്തും പുറത്തു അങ്ങനെ വിശ്വസിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് അത് ഞാൻ വിടുന്നു. അപ്പോൾ ഇന്ത്യൻ സൈന്യം തന്നെ പോയി കൊന്നതാണ്. അത് അവരെ പാകിസ്ഥാൻ ഭീകരന്മാരാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അപ്പം ഇവിടെ ഓപ്പറേഷൻ മഹാദേവ എന്ന് പറയുന്ന ഇന്ത്യൻ സൈന്യം നേടിയ വലിയൊരു വിജയം, നിസ്സാര വിജയമല്ലത്. അപ്പം അതിൻ്റെ ഒരു ചാരുതയൊന്ന് കുറയ്ക്കണം. നമ്മുടെ സൈന്യത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും വേണ്ട. ഇവരെ പോയി കൊന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടല്ല, ഇന്ത്യൻ പട്ടാളമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്ന് കുറയ്ക്കണം. സൈന്യത്തിനെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇന്ത്യൻ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. മ്യൂണിക് ഒളിമ്പിക്സിലെ പോയി കൊന്നവരെല്ലാം ഇസ്രായേലുകാർ പോയി പുറകെ കൊന്നു. ഓരോ മരണം, ഓരോ കൊലപാതകം നടക്കുമ്പോഴും ഇസ്രായേൽ അത് ആഘോഷിക്കുമായിരുന്നു. ഞങ്ങളതിന് പകരം ചോദിച്ചു. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓപ്പറേഷൻ മഹാദേവപുര രാഹുൽ ഗാന്ധി എടുത്തു. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഈ ആരോപണങ്ങളെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എനിക്ക് സാധ്യമില്ലാത്തതിൻ്റെ ഒരു കാര്യം, അദ്ദേഹം പറയുന്നതിനകത്ത് ചില ഫാക്ച്വൽ എറർ, വസ്തുതാപരമായ പിശകുണ്ട്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്, വെറും നിസ്സാരക്കാരൻ്റെ ആളല്ല. കൃത്യമായ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് വേണം അദ്ദേഹം സംസാരിക്കാൻ. മഹാദേവപുരയിലെ 8 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് എന്ന് അറിയാൻ പാടില്ലാത്ത ആൾ, അതിൽ 4 BJP ആണ് ഭരിക്കുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത ആൾ,
അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരനാകാൻ സർവ്വതായോഗ്യനാണ്. ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് പ്രതിപക്ഷമാണെന്ന് വിചാരിച്ച പ്രിയങ്ക ഗാന്ധിയുടെ ഐക്യമാണ് രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. 2, തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിരവധി പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകനായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തത് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ബാംഗ്ലൂർ മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഇതേ സമാനമായ രീതിയിൽ മഹാരാഷ്ട്രയിലെ മറ്റു ചില മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മണ്ഡലത്തിലെ ഒരു 5 or 6 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ ടോട്ടൽ വോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് മാത്രം കോൺഗ്രസ് ജയിച്ച ചരിത്രം ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. അത് ബോധപൂർവ്വം മിണ്ടാതിരിക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപം വരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ മറച്ചു വയ്ക്കാൻ. ഇപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അദ്ദേഹം എന്ന് പ്രതിപക്ഷ നേതാവായോ അന്ന് തൊട്ട് വടി വെട്ടി അമിത്ഷായുടെയിലോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയിലോ കൊടുക്കും, അവരടിക്കും. ഈ ചൗക്കീദാർ ചോർഹെ എന്നങ്ങ് പറഞ്ഞു. അതിന് ആദ്യം ഒന്നും നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല. അവസാനം അദ്ദേഹം മറുപടി പറഞ്ഞു, മോനെ ഒരു ചൗക്കീദാർ പിന്നെ കള്ളനുണ്ടായിരുന്നു, അത് ഞാനല്ല, നിൻ്റെ അച്ഛനായിരുന്നു. കാരണം ഈ ആവശ്യമുണ്ടെങ്കിൽ തെളിവും തരാം. സ്വിസ് ബാങ്കിൽ ലോട്ടസ് എന്ന് പറഞ്ഞാൽ താമര എന്നാണല്ലോ, ലോട്ടസ് എന്ന് പറയുന്ന രാജീവം എന്ന അക്കൗണ്ടിൽ എത്ര കോടി രൂപയുണ്ട് അത് വെളിപ്പെടുത്തണേ, അതും വെളിപ്പെടുത്താമെന്ന് പറഞ്ഞു. അതോടുകൂടി കരയ്ക്ക് കയറി. ഇപ്പോൾ വോട്ട് കള്ളനാണെന്നാണ് നരേന്ദ്രമോദിയെ വിളിക്കുന്നത്. ഈ പറയുന്ന വാദങ്ങൾ താങ്കൾ പറയുന്നത് പോലെ സാങ്കേതികമായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന കുറേ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, അതിൽ ചില കാര്യങ്ങൾ വാലിഡ് ആണെന്ന് സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക അഡ്രസ്സിൽ ഒരു ഫ്ലാറ്റിൽ, ഒരു സിംഗിൾ ഫ്ലാറ്റിൽ 80 പേർ താമസിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായി കാണേണ്ട ഒരു കാര്യമല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഗുരുതരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. 80 പേർ വന്നു എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു? അങ്ങനെ ഒരു പഴുത് ആരോ ആയിക്കൊള്ളട്ടെ, അതിന് ഉത്തരവാദി തെറ്റുകാരൻ ആരോ ആയിക്കൊള്ളട്ടെ, ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ സുതാര്യമാണ് എന്ന് എങ്ങനെ ഒരു സാധാരണക്കാരൻ വിശ്വസിക്കും? തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ല. കള്ളവോട്ട് 1952 തൊട്ട് 2024 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട്. ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ബൂത്ത് പിടിച്ചെടുക്കുകയും വോട്ട് കുത്തി ബാലറ്റ് ബോക്സിൽ ഇടുകയും ചെയ്ത നിരവധി ഉദാഹരണങ്ങൾ യു പിയിലുണ്ടായിട്ടുണ്ട്. ഇനി കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ അനുഭവം പറയാം. വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഈ വിരലിലെ മഷിയടയാളം രേഖപ്പെടുത്തും. അതിന് തൊട്ടപ്പുറത്ത് ബൂത്തിനടുത്ത് തന്നെ ആളുണ്ട്. മിനിറ്റുകൾക്കകം മഷി അടയാളം മായ്ച്ചു കളഞ്ഞിട്ട് അതേ ബൂത്തിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന ഒരു അധ്യാപകൻ പറഞ്ഞു, നമ്മുടെ ജനാധിപത്യം ഇത്ര വഷളായി എന്നുള്ളത് ഒന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴേ അപ്പുറത്തിരിക്കുന്ന ഒബ്ജക്റ്റ് ചെയ്യണ്ടേ, പോളിംഗ് ഏജന്റ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ തന്നെ പരേതാത്മാക്കൾ ഭാവിനല്ല വരുന്നത്. പരേതാത്മാക്കളൊക്കെ വരുന്നത് ഈ 5 കൊല്ലത്തിലൊരിക്കൽ ഇലക്ഷൻ നടക്കുമ്പോഴാണ്. അത് പരിയാരം മെഡിക്കൽ കോളേജിലും പരേതാത്മാവ് വരും, കരുവന്നൂർ ബാങ്കിലും പരേതാത്മാവ് വരും, കണ്ണൂരെ പല മണ്ഡലങ്ങളിലും അടക്കം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും പരേതാത്മാക്കൾ വരുമായിരുന്നു. എനിക്കറിയാവുന്ന അവർ വന്ന് വോട്ട് ചെയ്യിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ഷൻ്റെ പൊതുരംഗം. ഇതെല്ലാം കൊണ്ട് നരേന്ദ്രമോദിയുടെ തലയിൽ കൊടുക്കാനൊക്കെ. അപ്പോൾ 80 പേരൊരു ഫ്ലാറ്റിലെ വോട്ടർമാരുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞത്. അത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അപ്പോൾ ഡൽഹിയിൽ 3 ഇലക്ഷൻ കമ്മീഷണർമാരും അല്ലെങ്കിൽ 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടെ അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റമുണ്ട് നമുക്ക്. അതായത് ഓരോ സംസ്ഥാനത്തും ചീഫ് ഇലക്ഷൻ ഓഫീസർമാരുണ്ട്, അവരാണിത് ചെയ്യുന്നത്. അത് പൊതുവെ സീനിയർ മോസ്റ്റ് IAS ഉദ്യോഗസ്ഥന്മാരായിരിക്കും ചെയ്യുന്നത്. അവരത് ചെയ്യിക്കുന്ന പൊതുവെ റവന്യൂ വകുപ്പുകളെ കൊണ്ടാണ്. അപ്പോൾ അതിന് BLOമാരുണ്ട്, അവരാണ് പോയി വോട്ട് ചേർക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ, ആദ്യം തെരഞ്ഞെടുപ്പിൽ പേര് ചേർക്കാൻ പറഞ്ഞു, പേര് ചേർത്തു ആദ്യത്തെ ഘട്ടം. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു, അതിൽ പേരില്ലെങ്കിൽ വീണ്ടും പേര് ചേർക്കാം, രണ്ടാമത്തെ ഘട്ടം. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, മൂന്നാമത്തെ ഘട്ടം. ഇത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ പാർട്ടിക്കും ബൂത്ത് ഏജൻറ്റ് അവിടെയുണ്ട്. അതായത് പോളിംഗ് ഏജൻറ്റ് എല്ലാ പാർട്ടിക്കും ഉണ്ട്. അവരോരോ വോട്ടർമാരും വരുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി ഉറക്കെ വായിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ആണ് വോട്ട് ചെയ്യുന്നത്. അവർ കേട്ട് വെരിഫൈ ചെയ്യും, അവർക്ക് ഒബ്ജക്റ്റ് ചെയ്യും, വോട്ട് ചലഞ്ച് ചെയ്യും. അപ്പോൾ അതാണ് അടുത്ത ഘട്ടം. അതും കഴിഞ്ഞിട്ട്
ഒരാൾ പോയി വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്ത് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞെന്ന് വിചാരിക്കുക. കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 45 ദിവസത്തിനകം തെരഞ്ഞെടുപ്പിന് പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാം. അങ്ങനെ കേസുകൾ പലതും നടക്കുന്നുണ്ട്. 45 ദിവസത്തിന് മുമ്പ് കേസ് കൊടുക്കാം. ഇത്രയും കഴിഞ്ഞിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ പ്രോസസ്സിനിടയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എവിടെയാണ് ഇടപെടുന്നത്? അതായത് ഇവർ ഈ ആരോപണം പറയുന്നതും മനോരമയും മാതൃഭൂമിയും വായിക്കുമ്പോൾ തോന്നുന്നു രാവിലെ 4 മണിക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ഇറങ്ങി ഓരോ പഞ്ചായത്തിൽ ചെന്ന് ആളിനെ ചേർത്തു. അവർക്ക് പാനൊക്കാത്തടത്തൊക്കെ ഈ 3 ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു നിങ്ങളെല്ലാം കൂടെ വാർഡിൽ പോയി ആളിനെ ചേർത്ത് ഞങ്ങളെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞു എന്നുള്ള മട്ടിലാണ് നമ്മുടെ ഈ നാണംകെട്ട മാധ്യമങ്ങൾ, വൃത്തികെട്ട മാരകരമേ മാതൃഭൂമിയെക്കാട്ടി വൃത്തികെട്ട പത്രം. അപ്പോൾ അതാണ് ഈ പറയുന്നത്. അപ്പോൾ മാതൃഭൂമി പറയുമ്പോൾ ആ കാര്യം ആലോചിച്ച് നോക്കണം. കൽപ്പറ്റ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പാവപ്പെട്ട ക്ഷീരകർഷകന്റെ മുന്നിലാണ് 8 നിലയിൽ വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയാംസ് കുമാർ തോറ്റത്. എവിടെ നിന്നാലും ഇയാൾ തോറ്റു. അതൊക്കെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ. ഞാൻ പറയാം, ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയുടെ പത്രാധിപർ രാഷ്ട്രീയം കളിക്കുന്ന വ്യക്തനാണ്. ഇലക്ഷനിൽ നിന്ന് തോറ്റ് തുന്നം പാട്ടിട്ടുള്ളവനാണ്. ഈ പത്രം എഴുതുന്നതിന് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കൗണ്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു അല്ലെങ്കിൽ തോറ്റു എന്നറിഞ്ഞ് 45 ദിവസത്തിനകം ഒരു പരാതിയും കൊടുക്കാതെ, ഇല്ലേ പണ്ട് ആരാണ്ട് പറഞ്ഞല്ലോ ഉണ്ടിരുന്ന നായർക്ക് ഒരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ ഗാന്ധി വന്ന് ഒരു TV സ്ക്രീനും ഒക്കെ വെച്ച് ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് അത് കാണിച്ച് ഇത് കാണിച്ചൊക്കെ പറയുന്നത് വല്ല വിവരമില്ലാത്തവനെയും സ്വാധീനിക്കുന്നതിനപ്പുറം പിന്നെ പത്രക്കാർക്ക് കാശ് കൊടുത്ത് അവന്മാർ എഴുതി കൊടുക്കും. ഒരു ചലനവും രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടാകില്ല എന്ന് താങ്കൾ തീർത്ത് പറയുക? അല്ല, അത് അതിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാം. അപ്പോൾ പത്രക്കാർ ആരോ ചോദിച്ചു എന്നാൽ പിന്നെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്താൽ പോരെ? സുപ്രീം കോടതി വരെ കേസ് കൊടുക്കാമല്ലോ. ഉടനെ ഞങ്ങൾ കേസ് കൊടുക്കുന്നില്ല, ഞങ്ങൾ ചന്തക്കവലയിൽ പോവുക പ്രസംഗിക്കാൻ. കവലെ പ്രസംഗിച്ച് ബോധവൽക്കരിക്കാൻ പോവാ. ഇയാൾ കുറെ കാലമായിട്ട് പ്രസംഗിച്ചല്ലോ. ശരത് പവാർ പ്രസംഗിച്ചു, എന്തായി? ഇത്രയും നാളും അവർ പ്രസംഗിച്ചു കൊണ്ടിരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്, ഇറ്റ് ഈസ് പോസിബിൾ, അത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കേസെല്ലാം തള്ളിപ്പോയി. ഇപ്പൊ EVM ഇനി പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് മാറിയത് എന്നുള്ള ഒരു ആക്ഷേപം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്നു. താങ്കൾ അതിനോട് യോജിക്കുന്നു? 100% ശരിയല്ലേ? ആദ്യം ഇലക്ഷൻ കമ്മീഷൻ EVM-ന്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മേലുള്ള ആരോപണം നമ്മൾ ആർക്കാ വോട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നുള്ളതാണ്. അത് ശരിയാണ്. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷന് പരിഹാരം ഉണ്ടാക്കി നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ആർക്കാണ് വീണിട്ടുള്ളത്, ആ ചിഹ്നമാണോ, അത് പരിശോധിക്കാം. അപ്പോൾ ആ പ്രശ്നം തീർന്നു. സുപ്രീം കോടതിയിൽ നിരന്തരം കേസ് നടന്നു. അവസാനം സുപ്രീം കോടതി സഹികെട്ട് പറഞ്ഞു ഈ EVM-നെതിരെ കേസുമായിട്ട് ഒന്ന് വിവരം അറിയുമെന്ന് പറഞ്ഞു. ഒന്നും തെളിയിക്കാൻ പറ്റിയില്ല. ഇലക്ഷൻ കമ്മീഷൻ EVM എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ, ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാ. ഇലക്ഷൻ കമ്മീഷൻ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒരൊറ്റ പ്രതിപക്ഷ നേതാവ് പോയില്ല. അന്ന് സീതാറാം യെച്ചൂരി ആയിരുന്നു CPM-ന്റെ. യെച്ചൂരിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സമയമില്ലാത്തവരും തന്നെ ഈ പണിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇലക്ടറൽ റോളിലേക്ക് പോയത്. EVM-നെ പിന്നെയും പറയാം, EVM ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലാണല്ലോ. നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കസ്റ്റോഡിയൻ അവരാണല്ലോ, അത് പറയാം. ഇലക്ടറോളിന്റെ കസ്റ്റോഡിയന് പിന്നെ അവസാനം ചീഫ് ഇലക്ഷൻ ഓഫീസർ കൊടുക്കുമ്പോഴല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ കിട്ടുകയുള്ളൂ. അവർക്ക് എന്ത് റോളാണ് ആളുകളെ ചേർക്കുന്നതിൽ? 80 പേരോ 100 പേരോ 8 പേരോ ചേർക്കുന്നതിൽ അവർക്ക് എന്ത് റോളാണുള്ളത്? മനസ്സിലായി. എന്തായാലും അദ്ദേഹത്തിന്റെ ആക്ഷേപം നമ്മൾ മുഖവിലേക്ക് എടുത്താൽ പോലും അത് നമുക്ക് ഈ പറയുന്നത് പോലെ പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുകയാണെന്ന് കരുതുക. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് ഒരു സ്റ്റാൻഡുണ്ട്. അവർ പറയുന്നത് നിങ്ങളൊരു പരാതി തരൂ. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രത്തിന്റെ പ്രധാന നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരാണ് എന്ന് തെളിയിക്കുക എന്ന് പറയുന്ന ഒരു ധാർമ്മിക ബാധ്യത കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വാഭാവികമായിട്ടും ഉണ്ട്. അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷേ ആ ഒരു ധാർമ്മികത നിലനിൽക്കുമ്പോഴും അവർ പറയുന്നു നിങ്ങളൊരു പരാതി തരൂ, എന്നാൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ എന്ന് പറയുന്നതിൽ എന്തോ ഒളിക്കാനില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത്. ഒന്നും ഒളിക്കാനില്ല. കാരണം എന്തുകൊണ്ട് പിന്നെ മടിക്കുന്നു? അതാ പറഞ്ഞു. ഇപ്പം നമ്മൾ ചീഫ് സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുന്നു. ശരി, ഒരിക്കലും ചീഫ് സെക്രട്ടറി എനിക്കെതിരെ കേസ് കൊടുക്കത്തില്ല. ഒരിക്കലും കൊടുക്കാൻ ഒക്കത്തില്ല, കൊടുക്കുകയില്ല. അതിന് പോലെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് നീതിന്യായ കോടതിയെ സമീപിക്കാം, അവിടെ കേസ് കൊടുക്കാം, അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ ഒക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിക്ക് കേസ് കൊടുക്കാം. രാഹുൽ ഗാന്ധിക്കെതിരെ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ കേസ് കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വേറെ ജോലിയൊന്നും അവർക്ക് അവരുടെ ഭാഗം പ്രൂവ് ചെയ്യാനായിട്ട് സ്വയം ഇറങ്ങിത്തിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സാധിക്കില്ല, അത് സാധിക്കില്ല. ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിനും
ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പേര് പിന്നെ കുറിച്ച് നമുക്ക് ആരോപണം പറയാം. ശരി. അത് അവർക്ക് ഇറങ്ങി പിന്നെ തെളിയിക്കാനൊക്കെ പറ്റില്ല. അവരിറങ്ങി ആത്മശുദ്ധി വരുത്താനോ പോകും, പറ്റില്ല. അവർക്കെതിരെ കേസ് നടത്താനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അല്ല ചന്തക്കവലയിൽ പോയി പ്രസംഗിക്കാമെന്ന് ചെയ്യേണ്ടത്. ഇന്ന കാര്യങ്ങളാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അട്ടിമറിച്ചിരിക്കുന്നു, അവർ വോട്ട് വിൽക്കാൻ കൂട്ടുനിന്നിരിക്കുന്നു, ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു, അതിൻ്റെ പിന്നിൽ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം. കേസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താ വെച്ചാൽ അവർ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷന് വരും. ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടി നിർത്തിയല്ലോ. നിരപരാധിയാണ് താനും തെളിയിക്കേണ്ടത് പ്രതിക്കൂട്ടി നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ പ്രതിക്കൂട്ടി നിർത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവ് വേണം. വിവരക്കേട് കൊണ്ട് ഈ കുറേ പത്രമാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ച് ബഹളം ഉണ്ടാക്കാം. അതിനപ്പുറത്ത് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോപണം അല്ലെങ്കിൽ ആക്ഷേപമായി തന്നെ നിൽക്കുന്നു. അദ്ദേഹം ലീഗലി പോകാൻ തയ്യാറല്ല എന്നുള്ളത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഒന്നുകൂടെ വന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നേരത്തെ അദ്ദേഹം ചൗക്കീദാർ ചോർഹെ എന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്ന KC വേണുഗോപാൽ പോലും അത് ആക്ഷേപം ഉന്നയിക്കാനോ ഏറ്റുപിടിക്കാനോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാജ്യം മുഴുവൻ BJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലാണ്. അല്ലെങ്കിൽ ഈ ഒരു ആക്ഷേപത്തിൽ എന്തോ ദർ ഈസ് സംതിങ് സെൻസിബിൾ എന്നുള്ളൊരു വികാരത്തോടു കൂടി പ്രതിപക്ഷത്തിൽ ഒരു ഐക്യം വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. രാഷ്ട്രത്തിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇത് ശരിക്കും BJP ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു മൂവായി കത്തിപ്പടരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? താങ്കളുടെ വിലയിരുത്തൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലം തൊട്ട് ഇവരെന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ അതിനെതിരെ എന്നും പ്രതിപക്ഷങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഉദാഹരണം 370-ാം വകുപ്പ് പിൻവലിച്ചപ്പോൾ പ്രതിപക്ഷം ഒന്നിച്ചില്ലേ. 2, ദേശീയ പൗരത്വ നിയമം വന്നപ്പോൾ ഒന്നിക്കുക മാത്രമല്ല തീവപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തിയില്ലേ. പിന്നീട് വന്നത് പിന്നെ വന്ന ഇതുണ്ടല്ലോ മുത്തലാഖ് നിർത്തിയപ്പോൾ അപ്പോഴും പ്രതിപക്ഷം ഇതിന് എതിരായിട്ട് നിന്നില്ലേ. ഇനി പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത അക്രമമായിട്ടെന്താ പറഞ്ഞത്. ബാലേക്കോട്ടിൽ ആക്രമണം നടത്തിയപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത്? പൈൻമരം മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പോൾ ഈ പ്രതിപക്ഷം എന്ന് താങ്കൾ പറയും, എന്താ ഇവിടെ പ്രതിപക്ഷം? ഒന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന CPM ആണ്. ബംഗാളി CPM ഉണ്ടോ? ത്രിപുര CPM ഉണ്ടോ? കേരളത്തിൽ CPM എത്ര കാലം ഉണ്ടാകും? CPIക്ക് വംശനാശം വന്നുപോയി. ഇനി അതിനെക്കുറിച്ച് പറയരുത്, പരേതാത്മാക്കളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ല. ഞാൻ അതുകൊണ്ട് അത് വിടുന്നു. CPM കുറച്ചെങ്കിലും നിൽക്കുന്നുണ്ട്, CPI അത്രയും പോലെ നിൽക്കില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് പ്രേമചന്ദ്രനാണ്, RSPയുടെ. അല്ല വരട്ടെ, RSPയുടെ പ്രേമചന്ദ്രനാണ്. കാരണം അവരാരും ഈ അഴിമത്ര കറവിലുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടതുപക്ഷത്തിൻ്റെ കാര്യം അങ്ങോട്ട് പറഞ്ഞു. എൻ്റെ DMKയുടെ വേറെയാണ്, രണ്ട് സെക്ഷനാണ്. അപ്പോൾ പ്രേമചന്ദ്രൻ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നു. ഈ കേരള നിയമസഭയിൽ നിന്ന് RSP ഇംപീച്ച് ചെയ്ത ഇലക്ഷൻ കമ്മീഷനാണ്. കേരളത്തിലെ ജനങ്ങളല്ലേ. എന്തുകൊണ്ട് RSP ഇംപീച്ച് ചെയ്യപ്പെട്ടത്? പ്രേമേന്ദ്രൻ കൊല്ലത്ത് ജയിക്കുന്നത് പ്രേമേന്ദ്രൻ നല്ല ആളായതുകൊണ്ടും സമർത്ഥനായതുകൊണ്ടും കൊല്ലത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. RSPയുടെ ബലമല്ല അത്. അപ്പോൾ ഇതാണ് കൂടെ നിൽക്കുന്ന കക്ഷികളിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി. പിന്നൊന്ന് ഫോർവേഡ് ബ്ലോക്ക് വംശനാശം വന്നിട്ട് എത്രയോ കാലമായി. ഇവിടെ നമ്മുടെ G. ദേവരാജൻ, അദ്ദേഹം നല്ല പ്രവർത്തകനൊക്കെയാണ്, പക്ഷേ ഒന്നുമില്ല. അദ്ദേഹം അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററില്ല അദ്ദേഹമാണ്. അപ്പോൾ ഞാൻ ഈ പ്രതിപക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഏതാണ്? മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ്. അവരുടെ സ്വാധീനം എന്താണ്? 26-ലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അങ്ങ് സൂചിപ്പിച്ച DMK. രാജ്യം കൊള്ളയടിച്ച ഒരു കുടുംബമാണ്, തിരുട്ട് കുടുംബമാണ് കരുണാനിധിയുടെ കുടുംബം. എത്രയോ കാലമായി കൊള്ളയടി നടക്കാൻ തുടങ്ങിയിട്ട്. 2G സ്പെക്ട്രത്തിൽ അവസാനം 0 എണ്ണി സുപ്രീം കോടതി ചോദിച്ചു ഈ 0 എങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചു. അതിൽ കനിമൊഴിയും രാജായും അല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്ന് സ്റ്റാലിൻ്റെ മോനൊരു സിനിമാക്കാരൻ്റെ പയ്യന് ഉദയനിധി സ്റ്റാലിനെ ഇപ്പോഴേ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു. അതാണല്ലോ DMK. ഇനിയും അഴിമതി കേസിൽ അകത്ത് കിടന്നവനാണ് ലാലു പ്രസാദ്. അയാളുടെ മകനാണ് ബീഹാർ നിന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. UP കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്നു മുലായം സിംഗ് യാദവ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അഖിലേഷ് യാദവ്. മമതാ ബാനർജി ഉണ്ട് വെസ്റ്റ് ബംഗാൾ. മമതാ ബാനർജിയുടെ ഡയമണ്ട് ഹാർബറിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാൻ പറ്റത്തില്ല. ബംഗാളിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാൻ പറ്റുകയില്ല. പണ്ട് ഞാൻ ജയിച്ചപ്പോൾ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട്. അത് വെച്ച് ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തും. എൻ്റെ ചീഫ് ഇലക്ഷൻ ഓഫീസറെ വെച്ചിട്ട് ആരെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാനോ പ്രസിദ്ധീകരിക്കാനോ വന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ അവരെ തല്ലിക്കൊല്ലുമെന്നാണ് മമതാ ബാനർജി, ജനാധിപത്യ ബോധമുള്ള മമതാ ബാനർജി പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ ഭരിക്കുന്നത് ഇച്ഛാശക്തിയുള്ളൊരു പ്രധാനമന്ത്രിയാണ്. കൃത്യമായി BJPക്ക് കൃത്യമായ പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി, അത് കൺക്ലൂഡ് ചെയ്യുന്നിട്ട് പറയാം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകുന്നത് വരെ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് ആൻറ്റി ഇന്ത്യൻ കോൺഗ്രസ്സാണ്. ഈ ആൻറ്റി ഇന്ത്യൻ കോൺഗ്രസ് പ്രതിപക്ഷത്തിന് വംശനാശം വരുത്തിയേ
ഇതിൻ്റെ ചരിത്രം അവസാനിക്കുള്ളൂ. ഇതുകൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പോകുന്നില്ല. ഏതായാലും വിഷയം കത്തുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ശേഷം ചർച്ചകളാണ്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.